മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പുതിയ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എം.എ. ബേബി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് മുഖ്യമന്ത്രി പിണറായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് എം.എ. ബേബിയെ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. അതുപോലെ പോളിറ്റ് ബ്യൂറോയെയും തെരഞ്ഞെടുത്തു എന്ന വളരെ സുപ്രധാനമായ മറ്റൊരു വിവരവും കൈരളി പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. എം.എ. ബേബിയെ പുതിയ കേന്ദ്ര കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നും പാർട്ടിയെ നയിക്കുന്നയാളായി എം.എ. ബേബി മാറിയിരിക്കുന്നു. എം.എ. ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻപ് പല ഘട്ടങ്ങളിലും എം.എ. ബേബി ജനറൽ സെക്രട്ടറിയാകും എന്ന എം.എ. ബേബി ജനറൽ സെക്രട്ടറിയാകുമെന്ന സൂചന കൈരളി ന്യൂസ് നൽകിയിരുന്നു. കാരണം സംഘടനാ രീതി അനുസരിച്ച് അത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തെ മുദ്രാവാക്യങ്ങളോടുകൂടി CPIM പ്രവർത്തകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. എം.എ. ബേബി CPIMന്റെ 24ാം മധുര പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത ജനറൽ സെക്രട്ടറിയായി മാറിയിരിക്കുന്ന ഈ രാഷ്ട്രീയ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കൈരളി പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ ആവേശകരമായി ആ വാർത്തയെ CPIM പ്രവർത്തകർ ഏറ്റെടുക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ തീരുമാനത്തിലേക്ക് പോയത്. അധികം വൈകാതെ പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ച വിവരങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യാം. എം.എ. ബേബി CPIMന്റെ പുതിയ ജനറൽ സെക്രട്ടറി. EMSനു ശേഷം അരനൂറ്റാണ്ടിലധികമുള്ള പൊതുരാഷ്ട്രീയ പാരമ്പര്യവുമായി, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവുമായി CPIMന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എം.എ. ബേബി എത്തിയിരിക്കുകയാണ്. പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ വെല്ലുവിളികളെ CPIMന്റെ അടിത്തറ വർദ്ധിപ്പിക്കുക, BJPക്കെതിരായ പൊതുരാഷ്ട്രീയ മുന്നണി രൂപപ്പെടുത്തുക, ആ യോജിച്ച രാഷ്ട്രീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ CPIMന്റെ ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബിയാവും ഇനി ഉണ്ടാവുക.